മണ്ഡലകാലം അവസാനിക്കാറായതോടെ ശബരിമലയിൽ ഭക്തജന തിരക്ക് വർദ്ധിക്കുകയാണ്. ഈ സീസണിൽ ഏറ്റവും അധികം ഭക്തർ ദർശനം നടത്തിയത് ഇന്നലെയാണ്. 96,853 ഭക്തരാണ് ദർശനം നടത്തിയത്. മണ്ഡല മകരവിളക്ക് പൂജാ ദിവസങ്ങളിൽ ഭക്തരെ നിജപ്പെടുത്തണമെന്നാണ് പോലീസിന്റെ ആവശ്യം. ഹൈക്കോടതിയുടെ അഭിപ്രായം അറിഞ്ഞ ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ശബരിമലയിൽ നിന്ന് മനീഷ് ഐഷാമാത്തിയുണ്ട് വിശദാംശങ്ങളുമായി. മനീഷ, ഇന്നും സന്നിധാനത്ത് വലിയ തിരക്കുകളാണോ? എത്തരത്തിലാണ് ചടങ്ങുകൾ? സ്വാമിയെ ശരണമയ്യപ്പ. ആതിര, വലിയ രീതിയിലുള്ള തിരക്കാണ് കഴിഞ്ഞ 2 ദിവസമായി അനുഭവപ്പെടുന്നത്. അതേ തിരക്ക് തന്നെയാണ് ഇന്നും തുടരുന്നത്. പ്രത്യേകിച്ച് അവധി ദിവസങ്ങളൊക്കെ ആരംഭിച്ചതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു ഭക്തജന തിരക്ക് രാവിലെ മുതൽ തന്നെ ഉണ്ട്. ഇന്നലെയാണ് ഈ സീസണിലെ ഏറ്റവും അധികം ഭക്തർ ഇവിടെ എത്തിയത്. 96,853 ഭക്തരാണ് ഇന്നലെ മാത്രം ഇവിടെ ദർശനം നടത്തിയത്. ഇന്നും രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ളൊരു തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. അത് പ്രത്യേകിച്ച് ഒരു അവധിയൊക്കെ തുടങ്ങിയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തിരക്കുണ്ട്. അതിനോടൊപ്പം തന്നെ മണ്ഡലകാലം അവസാനിക്കാൻ ഇനിയും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ആ ഒരു തരത്തിലും കൂടെ നോക്കുമ്പോൾ വലിയൊരു ഭക്തജന തിരക്കുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഈ മണ്ഡലകാലം അവസാനിക്കുന്ന 2 ദിവസങ്ങളിലും അതുപോലെ തന്നെ മകരവിളക്കിലും നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനവും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതായത് ഈ വെർച്വൽ ക്യൂ അടക്കമുള്ളതിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാവും. നിലവിൽ ഇപ്പോൾ നൽകുന്ന 80,000 അത്തരം വലിയൊരു സംഖ്യയിൽ നിന്ന് മാറ്റി 50,000 പേരിലേക്കാണ്, അതായത് 54,000 പേരിലേക്ക് 25-ാം തീയതിയും 60,000 പേരിലേക്ക് 26-ാം തീയതിയിൽ നിജപ്പെടുത്താനാണ് തീരുമാനമായിട്ടുള്ളത്. അതുപോലെ തന്നെ മണ്ഡല മകരവിളക്ക് കാലത്തും 12, 13, 14 ദിവസങ്ങളിലും ഇതുപോലെ തന്നെ 60,000, 50,000, 40,000 എന്നീ സംഖ്യകളിലേക്ക് ചുരുക്കാനൊരു തീരുമാനം ആയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ സ്പോട്ട് ബുക്കിംഗ് സംബന്ധിച്ചും ചില നിർണായക തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായേക്കും. സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അത് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഹൈക്കോടതിയുടെ അഭിപ്രായം കൂടെ തേടിയതിനു ശേഷം മാത്രമായിരിക്കും തീരുമാനമുണ്ടാവുക. എന്തായാലും കഴിഞ്ഞ 2 ദിവസങ്ങളിലെ പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് രാവിലെ മുതൽ തന്നെ ഉള്ളത്. ആതിര. ശരി, മനീഷ് ഐഷാമാത്തിയാണ് വിശദാംശങ്ങൾ നൽകിയത് സന്നിധാനത്ത് നിന്ന്.